ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 12ാമത്തെയും അവസാനത്തെയും യൂണിറ്റായ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററിയുടെ നോട്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നോക്കിയോളൂ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ സോഴ്സസ് യൂസ് ഫോർ പ്രിപ്പയറിംഗ് ദ റൈറ്റ് അപ്പ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് വിഴിഞ്ഞം ഗീവൺ ഓൺ ദ ടെക്സ്റ്റ് ബുക്ക്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ വിഴിഞ്ഞത്തിനെ കുറിച്ച് കുറച്ച് ഒരു റൈറ്റ് അപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് ഉണ്ടായിരുന്നു അല്ലേ, ചരിത്ര രചന ഉണ്ടായിരുന്നു. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി, ഈ വിഴിഞ്ഞത്തിനെ കുറിച്ചുള്ള ചരിത്ര രചന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്രോതസ്സുകളാണ്, എന്തൊക്കെ ചരിത്ര സ്രോതസ്സുകളെയാണ് ഉപയോഗിച്ചത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ: ആർക്കിയോളജിക്കൽ എവിഡൻസ്, അതായത് പുരാവസ്തു തെളിവുകൾ, ഇൻസ്ക്രിപ്ഷൻസ് ലിഖിതങ്ങൾ, ലിറ്റററി വർക്ക്സ് സാഹിത്യകൃതികൾ, റിമൈൻസ് ഓഫ് ചൈനീസ് ആൻഡ് റോമൻ വെസൽസ് ഈ ചൈനീസ് റോമൻ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതർ ആർട്ടിഫാക്ട്സ് മറ്റ് കരകൗശല വസ്തുക്കൾ, റോമൻ കോയിൻസ് റോമൻ നാണയങ്ങൾ, ആൻഷ്യൻ കേവ് ടെമ്പിൾ പുരാതന ഗുഹാക്ഷേത്രങ്ങൾ. ഇതെല്ലാമാണ് എന്താണ് ആ ഒരു വിഴിഞ്ഞത്തിനെ കുറിച്ചുള്ള റൈറ്റപ്പ് എഴുതുന്നതിന് വേണ്ടിയിട്ട്, വിഴിഞ്ഞത്തിന്റെ ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള റൈറ്റപ്പ് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സോഴ്സസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഹിസ്റ്ററി? എന്താണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം? ഹിസ്റ്ററി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയന്റിഫിക്കലി റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ എവിഡൻസ്. അതായത് ബേസ്ഡ് ഓൺ എവിഡൻസ്, തെളിവുകളുടെ അടിസ്ഥാനമാക്കി പാസ്റ്റിനെ അല്ലെങ്കിൽ ഭൂതകാലത്തെ നമ്മൾ സയന്റിഫിക് ആയിട്ട് അല്ലെ ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡി അല്ലെ പഠനശാഖയാണ് ചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ ഈസ് ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി? എങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററി റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ചരിത്ര രചന നടത്തുന്നത്? എങ്ങനെയാണ് നോക്കിയോളൂ. സെവറൽ പീസസ് ഓഫ് എവിഡൻസ് ഫോർ റീകൺസ്ട്രക്ടിംഗ് ഹിസ്റ്ററി ഹാവ് ബീൻ ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ വേരിയസ് ഫോംസ് ബൈ ഈച്ച് പീരിയഡ്. ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ചരിത്രം പുനർനിർമ്മിക്കാൻ അല്ലെങ്കിൽ ചരിത്ര രചനയ്ക്ക് വേണ്ടിയിട്ട് സെവറൽ പീസസ് ഓഫ് എവിഡൻസ്, ഒരുപാട് എന്താണ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവുകൾ, ഒരുപാട് തെളിവുകൾ എന്തിട്ടുണ്ടായി ഹൗ ബീൻ ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ വേരിയസ് ഫോംസ് ബൈ ഈച്ച് പീരിയഡ്. ഓരോ പീരിയഡിൽ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും വിവിധ രൂപങ്ങളിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ആ ഒന്നാമത്തെ സെന്റൻസ് അല്ലേ. എന്താണ് ചരിത്ര രചനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയെ പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഓരോ കാലഘട്ടത്തിലും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും. അടുത്ത എന്താ സെൻറ്റൻസ് പറയുന്നത്? ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ദീസ് പീസസ് ഓഫ് എവിഡൻസ് ഫോർ സയന്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റിംഗ് ദ പാസ്റ്റ്. അപ്പോൾ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചരിത്ര രചന എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ദീസ് പീസസ് ഓഫ് എവിഡൻസ്. ഈ പീസസ് ഓഫ് എവിഡൻസിനെ അല്ലെ ഈ തെളിവുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഫോർ സയന്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റിംഗ് ദ പാസ്റ്റ്. ഈ പീസസ് ഓഫ് എവിഡൻസിനെ നമ്മൾ കളക്ട് ചെയ്യുന്ന എന്തിനാണ്? ഫോർ സയന്റിഫിക് അനാലിസിസ്, സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസിന്, ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നു. ആൻഡ് ഡോക്യുമെന്റിംഗ് ദ പാസ്റ്റ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പാസ്റ്റിനെ ഡോക്യുമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പാസ്റ്റ് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി, ചരിത്ര രചന എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ലോക്കൽ ഹിസ്റ്ററി? എന്താണ് പ്രാദേശിക ചരിത്രം? ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ മൈന്യൂട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റേഷൻ ഓഫ് എ സ്മോൾ ജിയോഗ്രഫിക്കൽ റീജിയൻ, എ പേഴ്സൺ ഓർ ആൻ ഇവന്റ്. അതായത് ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? സൂക്ഷ്മവും മൈന്യൂട്ടും പിന്നെ കോംപ്രിഹെൻസീവ് സമഗ്രവുമായി രേഖപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? അതായത് ചരിത്ര രചന, പ്രാദേശിക ചരിത്ര രചന, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാലും അവയുടെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാലും ഈ ആൻസർ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്ന് ചോദിച്ചാലും ഡിഫറൻസ് എന്തെന്ന് ചോദിച്ചാലും നമ്മൾ ഈ പറയാൻ പോകുന്ന ആൻസർ എഴുതിയാൽ മതി. നമ്മുടെ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തെ ബോക്സിൽ ഹിസ്റ്ററി റൈറ്റിങ്ങിനെ കുറിച്ച്, രണ്ടാമത്തെ ബോക്സിൽ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ. ഒന്നാമത്തെ ഹിസ്റ്ററി: ഡോക്യുമെന്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. അതായത് വാസ്റ്റ് റീജിയൻ, വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാടിൻ്റെയോ ഒരു പ്ലേസിൻ്റെയോ അല്ലെങ്കിൽ കൺട്രി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ എന്ത് ചെയ്യുന്നു? ഹിസ്റ്ററിയെ ഡോക്യുമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡോക്യുമെന്റ് ചെയ്യുന്നു ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. മനസ്സിലായല്ലോ?
ഇനി അതേ സമയത്ത് ലോക്കൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ, സബ്ജക്ട്സ് ഓർ ഈവൻറ്റ്സ്. ഇത്ര എഴുതിയാലും മതി കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഈവൻസ് വരെ അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ, സബ്ജക്ട് ഓർ ഈവൻറ്റ്സ്. അതായത് മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണം, മൈന്യൂട്ട് ലെവലിലുള്ള ഒരു എൻക്വയറി, അന്വേഷണം. എന്തിനെക്കുറിച്ച്? ഹിസ്റ്ററിയെക്കുറിച്ച്. ഏതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്? എ സ്മോൾ റീജിയൻ, സബ്ജക്ട് ഓർ ഈവൻറ്റ്. ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംഭവത്തിനെ കുറിച്ചോ ഒക്കെ ഉള്ള ഒരു മൈന്യൂട്ട് ലെവൽ എൻക്വയറിയെയാണ് നമ്മൾ ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രാദേശിക ചരിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹിസ്റ്ററിയിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് നോക്കിയോളൂ. ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെന്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. ഹിസ്റ്ററി എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന്, എങ്ങനെയൊക്കെയാണ്? യൂസിങ് റിട്ടൺ ഡോക്യുമെന്റ്സ്, എഴുതപ്പെട്ട രേഖകൾ, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസസ്, പുരാവസ്തു തെളിവുകൾ, ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, ചരിത്ര അവശേഷിപ്പുകൾ. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ആ ഹിസ്റ്ററിയെ റെക്കോർഡ് ചെയ്യാം. ഇനി ലോക്കൽ ഹിസ്റ്ററി നോക്കിയോളൂ. ലോക്കൽ ഫെസ്റ്റിവൽസ്, ക്വിസിൻസ്, കസ്റ്റംസ്, ട്രഡിഷൻസ് ആൻഡ് ഓറൽ ട്രഡിഷൻസ് ബിക്കം എ പാർട്ട് ഓഫ് ദി ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഇവിടെ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ലോക്കൽ ഫെസ്റ്റിവൽസ്, പ്രാദേശിക ആഘോഷങ്ങൾ. ക്വിസിൻസ് എന്ന് വെച്ചാൽ രുചിശീലങ്ങൾ. കസ്റ്റംസ്, ട്രഡിഷൻസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ആൻഡ് ഓറൽ ട്രഡിഷൻസ്, വാമൊഴി. അപ്പോൾ ഇതൊക്കെയാണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലോക്കൽ ഫെസ്റ്റിവൽസ്, ക്വിസിൻസ്, കസ്റ്റംസ്, ട്രഡിഷൻസ് ആൻഡ് ഓറൽ ട്രഡിഷൻസ്. അടുത്ത ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ പോയിന്റ്, അസസസ് പാസ്റ്റ് ഈവൻറ്റ്സ്, കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് എ ബ്രോഡ് പെർസ്പെക്റ്റീവ്. അതായത് അസസ് ചെയ്യുന്നു. എന്തൊക്കെ അസസ് ചെയ്യുന്നു? അസസ് ചെയ്യുന്ന വെച്ചാൽ വിലയിരുത്തുക. എന്തൊക്കെ വിലയിരുത്തുന്നു? പാസ്റ്റ് ഈവൻറ്റ്സ്, ഭൂതകാലത്തിലുള്ള സംഭവങ്ങൾ, പിന്നെ കൾച്ചേഴ്സ്, സംസ്കാരങ്ങൾ, ആൻഡ് സൊസൈറ്റീസ്, സമൂഹങ്ങൾ. ഇതൊക്കെ വിത്ത് എ ബ്രോഡ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു. അപ്പോൾ പാസ്റ്റ് ഈവൻസിനെ കുറിച്ചും കൾച്ചേഴ്സിനെ കുറിച്ചും സൊസൈറ്റീസിനെ കുറിച്ചും ഒക്കെ ബ്രോഡ് പെർസ്പെക്റ്റീവ്, അതായത് വിശാലമായിട്ടൊരു കാഴ്ചപ്പാടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. എന്നാൽ നമ്മൾ ലോക്കൽ ഹിസ്റ്ററിയിൽ വരുമ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ബൈ ഡെമോക്രറ്റൈസിങ് ഹിസ്റ്ററി, ഡ്യൂ റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ടു റീജിയൻസ്, പീപ്പിൾസ് ആൻഡ് ഈവൻറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ലെഫ്റ്റ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീം ഓഫ് ഹിസ്റ്ററി. അതായത് ചരിത്രത്തെ ഡെമോക്രറ്റൈസിങ് എന്ന് വെച്ചാൽ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ നിന്ന് ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും അവിടെയുള്ള ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും ഒക്കെ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം നൽകുന്നു. അതാണ് ലോക്കൽ ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ആർ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി? എന്താണ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്ര സ്രോതസ്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്കിയോളൂ. എനിത്തിങ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി കാൾഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. അതായത് നമുക്ക് റൈറ്റിംഗ് ഹിസ്റ്ററി, ചരിത്ര രചനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിവരം നൽകുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് വിളിക്കാം. നമുക്ക് എന്താണ് ഹിസ്റ്ററി റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ നമുക്ക് നൽകുന്ന ഏതൊരു സംഗതിയെയും എനിത്തിങ്ങിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനി ഒബ്ജെക്ട് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഗിവിംഗ് അസ് വാലിഡ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പീരിയഡ് ഈസ് എ സോഴ്സ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി. അതായത് ഏതൊരു ഒബ്ജക്റ്റും അതൊരു പർട്ടിക്കുലർ പീരീഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും അതെന്ത് ചെയ്യുന്നു? അത് എന്ത് നമുക്ക് നൽകുന്നു? ഗിവിങ് എസ് വാലിഡ് ഇൻഫർമേഷൻ, വിലപ്പെട്ട വിവരങ്ങൾ അത് നമുക്ക് നൽകുന്നു. അത് ഏത് കാലഘട്ടത്തിലാണോ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ, വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് നമുക്ക് എന്തെന്ന് പറയാം? സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി? ഹിസ്റ്ററി റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കിയോളൂ. ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ റിമൈൻസ്, പുരാവസ്തുക്കൾ, മോണ്യുമെന്റ്സ്, സ്മാരകങ്ങൾ, ലിറ്റററി വർക്ക്സ്, സാഹിത്യകൃതികൾ, ട്രാവലോഗ്സ്, സഞ്ചാരക്കുറിപ്പുകൾ, ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, ഔദ്യോഗിക രേഖകൾ. അടുത്തത്, വാട്ട് ആർ കാൾഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ്? എന്താണ് ആർക്കിയോളജിക്കൽ സോഴ്സസ് അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള സോഴ്സസുകൾ? അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാ?
ആർക്കിയോളജിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ വെയർ മെയ്ഡ്. അതായത് പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളോ തെളിവുകളോ ഒക്കെ നമുക്ക് നൽകുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് ആർ ദ മെയിൻ ആർക്കിയോളജിക്കൽ സോഴ്സസ്? പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സോഴ്സസ് അല്ലെങ്കിൽ പുരാവസ്തുശാസ്ത്രപരമായിട്ടുള്ള സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? ലിത്തിക് മോണ്യുമെന്റ്സ്, ശിലാസ്മാരകങ്ങൾ, കോയിൻസ് നാണയങ്ങൾ, കേവ്സ് ഗുഹകൾ, പാലസസ് കൊട്ടാരങ്ങൾ, ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് പുരാലിഖിതങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരുന്നത്. അടുത്തത്, വാട്ട് ഈസ് ലിത്തിക് മോണ്യുമെന്റ്സ്? എന്താണ് ശിലാസ്മാരകങ്ങൾ? ലിത്തിക് മോണ്യുമെന്റ്സ് ആർ യൂസ്ഡ് ടു ബറി ദ മോർട്ടൽ റിമൈൻസ് ഓഫ് അവർ ആൻസസ്റ്റേഴ്സ്. നമ്മുടെ പൂർവികരുടെ, അവർ അൻസസ്റ്റേഴ്സ് വെച്ചാൽ നമ്മുടെ പൂർവികരുടെ മോർട്ടൽ റിമൈൻസ്, ഭൗതിക അവശിഷ്ടങ്ങൾ ബറി ചെയ്യാന്ന് വെച്ചാൽ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിത്തിക് മോണ്യുമെന്റ്സ് അല്ലെ ഈ ശിലാസ്മാരകങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് ടെൽ us ദ ഹിസ്റ്ററി ഓഫ് ദ പാസ്റ്റ്. ഇത് നമുക്ക് പാസ്റ്റ് അല്ലെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നു അല്ലെ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഭൂതകാല ചരിത്രം ഇത് നമ്മളോട് പറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേ വെയർ ബിൽറ്റ് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ് ആൻഡ് ദേ ആർ നോൺ ആസ് മെഗാലിത്തിക് മോണ്യുമെന്റ്സ്. ഇത് വളരെ വലിയ ഹ്യൂജ് സ്റ്റോൺസ്, വളരെ വലിയ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവ എന്ത് പറയുന്നു? മെഗാലിത്തിക് മോണ്യുമെന്റ്സ് അല്ലെങ്കിൽ മഹാശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നു. റിമൈൻസ് ഓഫ് മെനി ലിത്തിക് മോണ്യുമെന്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള മോണ്യുമെന്റ്സ്, ലിത്തിക് മോണ്യുമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, നന്നങ്ങാടി. ഇതൊക്കെയാണ് കൂടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, നന്നങ്ങാടി. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത്, വേർ ആർ ലിത്തിക് മോണ്യുമെന്റ്സ് ഫൗണ്ട് ഇൻ കേരള? കേരളത്തിൽ എവിടേക്കാണ് ഈ ലിത്തിക് മോണ്യുമെന്റ്സ് കാണപ്പെടുന്നതെന്ന്? എവിടേക്കാണ്? ദ റിമൈൻസ് ഓഫ് ലിത്തിക് മോണ്യുമെന്റ്സ് വെയർ ഫൗണ്ട് അറ്റ് മറയൂർ ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്. ഇടുക്കി ജില്ലയിലെ മറയൂർ. ചിറമനങ്ങാട് ഇൻ തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട് എന്ന് പറയുന്ന സ്ഥലം. തവനൂർ ഇൻ മലപ്പുറം ജില്ലയിലെ തവനൂർ എന്ന് പറയുന്നത്. ഇത്രയും സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ലിത്തിക് മോണ്യുമെന്റ്സ് അല്ലെങ്കിൽ ശിലാസ്മാരകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം കേവ്സ് ദാറ്റ് ഹെൽപ് ടു റൈറ്റ് ദ ഹിസ്റ്ററി? ഗുഹകളിൽ നിന്ന് നമുക്ക് ഹിസ്റ്ററി റൈറ്റിംഗിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്? കേവ്സ് ത്രോ ലൈറ്റ് ഓൺ ദ ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരള. കേരളത്തിന്റെ ആൻഷ്യന്റ് ഹിസ്റ്ററിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് ത്രൂ ലൈറ്റ് എന്ന് വെച്ചാൽ വെളിച്ചം വീശുന്നവയാണ് ഏതെന്ന് പറയുന്നത്? കേവ്സ് അല്ലെങ്കിൽ ഗുഹകൾ എന്ന് പറയുന്നത്. ഇൻ ദീസ് നാച്ചുറൽ കേവ്സ് പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ദാറ്റ് റെഫർ ടു ഹ്യൂമൻ ലൈഫ് ഇൻ ദ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ആർ ഇൻസ്ക്രിപ്റ്റ്. അതായത് ഇത്തരം ഗുഹകളിൽ അല്ലെങ്കിൽ നാച്ചുറൽ കേവ്സ് എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായിട്ടുള്ള ഗുഹകൾ അല്ലേ. ഇത്തരം പ്രകൃതിദത്തമായ ഗുഹകളിൽ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, ചരിത്രാതീത കാലഘട്ടത്തെ ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു? ആലേഖനം ചെയ്തിട്ടുണ്ട്, ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ കേവ്സ് ഫൗണ്ട് ഇൻ കേരള? കേരളത്തിൽ എവിടേക്കാണ് ഗുഹകൾ കാണപ്പെടുന്നതെന്ന്? എവിടേക്കാണ്? എടയ്ക്കൽ, വയനാടുള്ള എടയ്ക്കൽ, മറയൂർ ഇടുക്കിയിലെ മറയൂർ, ആങ്കോട് തിരുവനന്തപുരത്ത് ആങ്കോട്, ആൻഡ് തെന്മല ആൻഡ് കോട്ടുക്കൽ കൊല്ലം. തെന്മല, കോട്ടുക്കൽ ഈ 2 ഗുഹകൾ കാണപ്പെടുന്നുണ്ട്. എവിടെ? കൊല്ലം ജില്ലയിൽ. അടുത്തത്, ഹൂ പ്രൊട്ടക്ട്സ് ദ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഓഫ് കേരള? കേരളത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ പുരാവസ്തുക്കളെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. പിന്നെ കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്, കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഈ 2 സ്ഥാപനങ്ങളാണ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഓഫ് കേരളയെ എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കുന്നത്. അടുത്തത്, വാട്ട് ഈസ് ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ്? എന്താണ് പുരാലിഖിതങ്ങൾ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ്? Inscriptions are messages or statements in the form of drawings or engravings on a surface. ഒരു സർഫസിൽ, ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ അല്ലെങ്കിൽ ഒരു വാചകമോ ആണ് എന്തെന്ന് പറയുന്നത്? ലിഖിതങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ദേ ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസസ്. വിവിധ തരത്തിലുള്ള സർഫസസിൽ, പ്രതലങ്ങളിൽ ഇത് നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യാം, കൊത്തിവെക്കാം. ലൈക്ക് എങ്ങനെയുള്ള സർഫസസ് ആണ്? മെറ്റൽ പ്ലേറ്റ്സ്, ലോഹപ്രതലം, സ്റ്റോൺസ്, കല്ലുകൾ, പാം ലീവ്സ്, ഓലകൾ, ഇതിലൊക്കെയാണ് നമ്മൾ ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഇൻസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തത്, വാട്ട് ഈസ് എപ്പിഗ്രഫി? എന്താണ് ലിഖിത പഠനം? എപ്പിഗ്രഫി, ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഓൺ സ്റ്റോൺസ്, മെറ്റൽ പ്ലേറ്റ്സ് ആൻഡ് പാം ലീവ്സ് ഈസ് കോൾഡ് എപ്പിഗ്രഫി. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ, ഇതിലൊക്കെ എഴുതിയേക്കുന്ന എഴുത്തുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? എപ്പിഗ്രഫി എന്ന് പറയുന്നത്.
വാട്ട് ആർ ദ മേജർ ഇൻസ്ക്രിപ്ഷൻസ് ഫൗണ്ട് ഇൻ കേരള? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ലിഖിതങ്ങൾ ഏതൊക്കെയാണ്? തരസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ എവിടെയാ? കൊല്ലം. ജൂയിഷ് കോപ്പർ പ്ലേറ്റ് മട്ടാഞ്ചേരി. ആൻഡ് പാലിയം കോപ്പർ പ്ലേറ്റ് ആലപ്പുഴ. ഏതൊക്കെയാണ്? തരസാപ്പള്ളി, ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, പാലിയം കോപ്പർ പ്ലേറ്റ്. പാലിയം ആലപ്പുഴ, ജൂയിഷ് കോപ്പർ പ്ലേറ്റ് മട്ടാഞ്ചേരി, തരസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ കൊല്ലം. അടുത്തത്, ഹൂ സൂപ്പർവൈസസ് ദ കളക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ കേരള? കേരളത്തിൽ ഈ ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ രേഖകളുടെ കളക്ഷൻ, ശേഖരണവും അതിൻ്റെ സംരക്ഷണവും ആർക്കാണ്? കേരള സ്റ്റേറ്റ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കേരള ആർക്കൈവ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കേരള ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റിന്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ഫോർട്ട്സ് ആൻഡ് പാലസസ് ദാറ്റ് ഹെൽപ്പ് ടു റൈറ്റ് ദ ഹിസ്റ്ററി? ഹിസ്റ്ററി റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കൊട്ടാരങ്ങൾ, കോട്ടകൾ ഇതൊക്കെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഫോർട്ട്സ് ദാറ്റ് വെയർ ബിൽറ്റ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി, മിലിറ്ററി പർപ്പസസ് ആൻഡ് ട്രേഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് സോഴ്സസ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി. അതായത് നമ്മുടെ രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായിട്ടായിരുന്നു കോട്ടകളെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിർമ്മിച്ച കോട്ടകളെ നമുക്ക് ചരിത്ര രചനയ്ക്കുള്ള, ഹിസ്റ്ററി റൈറ്റിങ്ങിനുള്ള ഒരു പ്രധാന സോഴ്സായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഫോർട്ട്സ് ഗീവ്സ് us ഇൻഫർമേഷൻ ഓൺ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് കേരള ആൻഡ് ഇറ്റ്സ് റൂളേഴ്സ്. ഈ ഫോർട്ട്സ് അല്ലെങ്കിൽ ഈ കോട്ടകൾ നമുക്ക് എന്ത് ഇൻഫർമേഷനാണ്? ഗീവ്സ് us ഇൻഫർമേഷൻ, നമുക്ക് ഇൻഫർമേഷൻ തരുന്നു. എന്തിനെക്കുറിച്ചുള്ളത്? ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് കേരള, കേരളത്തിലെ വിവിധ കാലഘട്ടങ്ങളെക്കുറിച്ചും ആ സമയത്തുള്ള റൂളേഴ്സ്, ഭരണാധികാരികളെക്കുറിച്ചും ഒക്കെ ഉള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നു. ഏത്? ഫോർട്ട്സ് അല്ലെങ്കിൽ കോട്ടകൾ. വാട്ട് ആർ ദ മേജർ ഫോർട്ട്സ് ഇൻ കേരള? കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാണ്? ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് ഫോർട്ട്. അടുത്തത്, ദ നെയിം ഓഫ് സം ഇമ്പോർട്ടൻറ്റ് പാലസസ് ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട ചില കൊട്ടാരങ്ങളുടെ പേരുകളാണ്. പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, അറയ്ക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്, കോയിക്കൽ പാലസ്, പൂഞ്ഞാർ പാലസ്, കനകക്കുന്ന് പാലസ്, കവടിയാർ പാലസ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ദ കോയിൻസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി? എന്തുകൊണ്ടാണ് കോയിൻസ് അല്ലെങ്കിൽ നാണയങ്ങൾ ചരിത്രത്തിൻ്റെ പ്രധാന സോഴ്സസ് ആണെന്ന് പറയുന്നത്? ദേ ഗീവ് us ഇൻഫർമേഷൻ ഓൺ ദ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ദ പീരിയഡ് ഇൻ വിച്ച് ദേ വെയർ യൂസ്ഡ്. ഏതൊരു പീരീഡിലാണോ ഈ നാണയങ്ങൾ ഉപയോഗിച്ചത്, അല്ലേ, ഈ നാണയങ്ങൾ ഉപയോഗിച്ച ആ ഒരു പീരീഡിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നു. ആ സമയത്തുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി എങ്ങനെയുണ്ടായിരുന്നു, എക്കണോമിക് ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, കൾച്ചറൽ ഹിസ്റ്ററി എങ്ങനെയുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കോയിൻസ് തരുന്നു. അതുകൊണ്ടാണ് ആ കോയിൻസ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി ആണ് എന്ന് പറയുന്നത്. അടുത്തത്, സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് കാൾഡ്. ഈ നാണയത്തിൻ്റെ കുറിച്ചുള്ള പഠനം അതിനെന്താ പറയുന്നത്? ന്യൂമിസ്മാറ്റിക്സ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. USSനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂമിസ്മാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് കോയിൻസ്. അടുത്തത്, ലിസ്റ്റ് ദ നെയിംസ് ഓഫ് കോയിൻസ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ പേര് ഏതൊക്കെയാണ്? കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് ആൻഡ് വീരരായൻ പണം. ഇതൊക്കെയാണ് കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ്, വീരരായൻ പണം. അടുത്തത്, വാട്ട് ക്യാൻ ബി ലേൺ ഫ്രം ദീസ് കോയിൻസ് ഇഷ്യൂഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്? വിവിധ കാലഘട്ടങ്ങളിൽ പുറത്തിറക്കിയ ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദ പീരീഡ് ഇൻ വിച്ച് ദ കോയിൻ വാസ് മെയ്ഡ്. ഏത് കാലഘട്ടത്തിലാണ് ഈ നാണയം നിർമ്മിക്കപ്പെട്ടത്? ദ അതോറിറ്റീസ് ഹൂ മെയ്ഡ് ദ കോയിൻസ് ആൻഡ് റിലീസ്ഡ് ദം. ഏത് അധികാരികളാണ് ഈ നാണയം നിർമ്മിച്ചത്, അത് പുറത്തിറക്കിയത്? പിന്നെ ദ മെത്തേഡ് ബൈ വിച്ച് ദ കോയിൻ വാസ് മെയ്ഡ്. ഏത് മെത്തേഡിലാണ് ഈ കോയിൻ നിർമ്മിച്ചത് അല്ലെങ്കിൽ ഈ കോയിൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച രീതി എന്താണ്, നിർമ്മാണ രീതി എന്താണ്? അടുത്ത, ദ മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ദ കോയിൻ. ഏത് ലോഹം, മെറ്റൽ ഉപയോഗിച്ചാണ് ഈ നാണയം നിർമ്മിച്ചത്? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആർ യൂസ്ഫുൾ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഫോർ ഹിസ്റ്ററി റൈറ്റിംഗ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഓഫ് കേരള. അതായത് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ്. എന്തിന്? ഫോർ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള ചരിത്ര സോഴ്സുകൾക്ക് വളരെ ഉപയോഗപ്രദമാണ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഓഫ് കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങൾ ചരിത്ര രചനയ്ക്ക് എങ്ങനെയൊക്കെ പ്രയോജനകരമാകുന്നു എന്നൊരു ക്വസ്റ്റ്യനും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് തന്നെ ആൻസർ. അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി. വൈ? ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ഈ ഒരു ആൻസർ തന്നെ എഴുതാം. ആൻസർ നോക്കാം.
The famous scholastic assembly named Revati Pattatanam during the reign of Zamorin was conducted at the Tali temple. തളി ടെമ്പിളിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. എന്താണ്? ഫേമസ് സ്കോളാസ്റ്റിക് അസംബ്ലി, ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള സ്കോളാസ്റ്റിക് അസംബ്ലി, പണ്ഡിത സദസ്സ്, അതിൻ്റെ പേരാണ് രേവതി പട്ടത്താനം. അത് സമയത്താണ്? സാമോറിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സാമൂതിരിയുടെ കാലഘട്ടത്തിൽ തളി ടെമ്പിളിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തളി ടെമ്പിളിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി മിഷ്കൽ മോസ്ക് വാസ് ദ മേജർ വാർ സ്പോട്ട് ഓഫ് ദ സാമോറിൻ എഗൈൻസ്റ്റ് പോർച്ചുഗീസ്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കൽ മോസ്ക് എന്ന് പറയുന്നത്. അപ്പം മിഷ്കൽ മോസ്കിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. അടുത്ത മൂന്നാമത്തത്, ദ ദേവമാത കത്തീഡ്രൽ ബിൽറ്റ് ഇൻ 1513 ഈസ് എ മെമ്മോറിയൽ ഓഫ് ദി പോർച്ചുഗീസ് പ്രസൻസ്. അതായത് ദേവമാത എന്ന് പറയുന്ന ഒരു കത്തീഡ്രൽ ഉണ്ട്. ഈ കത്തീഡ്രൽ ബിൽറ്റ് ചെയ്തത് 1513 ഇതെന്ന് പറയുന്നത് ഈസ് മെമ്മോറിയൽ ഓഫ് ദി പോർച്ചുഗീസ് പ്രസൻസ്, പോർച്ചുഗീസുകാരുടെ സാന്നിധ്യത്തിൻ്റെ ഒരു സ്മാരകമാണ് ഈ ദേവമാത കത്തീഡ്രൽ എന്ന് പറയുന്നത്. അടുത്തത്, സീ ബ്രിഡ്ജസ് ആർ പ്രൂഫ് ഓഫ് ദി ട്രേഡ് റിലേഷൻസ് ദാറ്റ് കാലിക്കറ്റ് ഹാഡ് വിത്ത് ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളുമായിട്ട് കാലിക്കറ്റിന് അല്ലെങ്കിൽ കോഴിക്കോടിന് ട്രേഡ് റിലേഷൻസ്, വാണിജ്യ ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് സീ ബ്രിഡ്ജ് അല്ലെങ്കിൽ കടൽ പാലങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഡിസ്ട്രിക്ട് വേർ ദ ഫോളോയിങ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആർ ലൊക്കേറ്റഡ്. താഴെ കുറച്ച് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് നമ്മൾ എഴുതണം. ഒന്നാമത്തേത് കരുമാടിക്കുട്ടൻ മെമ്മോറിയൽ, എവിടെയാ? ആലപ്പുഴ. ചന്ദ്രഗിരി ഫോർട്ട്, കാസർഗോഡ്. സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് പുനലൂർ അല്ലെങ്കിൽ പുനലൂർ തൂക്കുപാലം, എവിടെയാ? കൊല്ലം. വാഗൺ ട്രാജഡി മെമ്മോറിയൽ, മലപ്പുറം. സിനഗോഗ് എവിടെയാണ്? എറണാകുളം. ഓക്കെ ആണല്ലോ. അടുത്ത, വിച്ച് സാൻസ്ക്രിത് പോയം മെൻഷൻസ് കോഴിക്കോട്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശമുള്ള സംസ്കൃത കാവ്യം ഏതാണ്? കോകില സന്ദേശം. അടുത്ത, ഹു വാസ് റിട്ടൺ ബൈ കോകില സന്ദേശം എഴുതിയത് ആരാണ്? ഉദ്ദണ്ഡ ശാസ്ത്രികൾ. ആരാണ്? ഉദ്ദണ്ഡ ശാസ്ത്രി. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്